ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ അംബേ ജഗദംബേ 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 അംബേ ജഗദംബേ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നെറ്റ്വർക്ക് പോലാണ് ഈ വിശ്വം. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ഈ വിശ്വത്തിനും ഇതിലെ സകല ജീവികൾക്ക് തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. 4 പേര് പിടിച്ചു നിൽക്കുന്ന ഒരു വലയുടെ കോണിൽ ചലനമുണ്ടായാൽ അതിൻ്റെ തരങ്ങൾ വലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഫലിക്കുന്നത് പോലെ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഒറ്റയായും കൂട്ടമായും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വിശ്വമാകുന്ന വലയുടെ കോണിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എടുത്തെടുക്കും നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപല്ല, ഒരു ശൃംഖലയുടെ കണ്ണിയാണ്. അവർ നന്നായി നമ്മൾ നന്നാകാൻ നടക്കില്ല. അവർ നന്നായാലും നമ്മൾ നന്നായാലും അവരിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. മക്കളെ നിന്ന് എടുത്തിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ഈശ്വരൻ്റെ നിയമം ലംഘിക്കാൻ ആരാലും സാധ്യമല്ല. അവിടെ മനുഷ്യൻ്റെ നിയമം തകർക്കപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് ആകർഷണ സിദ്ധാന്തത്തിൽ വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരാളൊരു കെട്ടിടത്തിൻ്റെ 10ാം നിലയിൽ നിന്ന് എടുത്തു ചാടിയാൽ അയാൾക്ക് ഭൂമിയുടെ ആകർഷണ ശക്തിയെ തകർക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതിന് പകരം സ്വന്തം കയ്യോ കാലോ കൂടി. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമുക്ക് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇത് പറയുമ്പം ഒരു കഥ ഓർക്കാണ്. പണ്ടൊക്കെ ഭാരതത്തിലൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാർക്ക് അടുത്ത ഭരിക്കാൻ മക്കളില്ലെങ്കിൽ വേറെ കുട്ടികളെ ദത്തെടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ രാജ്യത്തിലെ രാജാവിനും മക്കളില്ല, വയസ്സ് ചെയ്യുന്നു. ആ കൊട്ടാരത്തിലെ ആനയുടെ കയ്യിൽ തുമ്പിക്കയിൽ ഒരു മാല കൊടുത്തു വിട്ട് കളിക്കുന്ന കുട്ടിയുടെ ഇടയ്ക്ക് കൊണ്ടുപോയി ഒരു കുട്ടിയുടെ കഴുത്തെ മാലയിട്ട് അങ്ങനെ ദത്തെടുത്തു. പിന്നെ ആ കുട്ടി രാജാവാക്കി അഭിഷേകം ചെയ്തു. ആ പയ്യൻ രാജാവായി കഴിഞ്ഞപ്പോൾ ധർമ്മനിഷ്ഠനും ദാനശീലനുമൊക്കെ പ്രജകൾക്കെല്ലാം ആരാധിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് സ്നേഹവും കാരുണ്യത്തോടുകൂടിയാണ് രാജ്യം ഈ രാജാവ് നയിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്യാസി അവിടെ ചെന്നു. അപ്പോൾ ഈ രാജാവ് അദ്ദേഹത്തിൻ്റെ പാദം കഴുകി മുറിയിലിരുത്തി കസേരയിട്ട് കൊടുത്തു. അവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഉപദേശം തരണമെന്ന് രാജാവ് ഈ സന്യാസിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മഹാത്മാവ് പറയാണ്, അങ്ങ് വലിയ ഭാഗ്യവാനാണ്. ഒരു യാചകൻ്റെ കുടുംബത്തിൽ ജനിച്ചെങ്കിലും അങ്ങക്ക് ഈ രാജാവാകാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഐശ്വര്യപൂർണ്ണമായ ഒരു രാജൻ അങ്ങയുടെ അധീനത്തിൽ വന്നല്ലോ. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് എനിക്ക് ഈ സ്ഥാനം കിട്ടിയിരിക്കുന്നത്. രാജാവ് വെച്ച് ഞാൻ എന്ത് പുണ്യമാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത്? മഹാത്മാവ് പറഞ്ഞു, അങ്ങ് കഴിഞ്ഞ ജന്മത്തിലൊരു വേടനായിരുന്നു. കാട്ടിൽ വേട്ടയാടിയാണ് നിങ്ങൾ അന്നന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അങ്ങ് വേട്ടയാടാൻ പോയ സമയത്ത് ഒരു തള്ളമാനും കുഞ്ഞുമാനും കൂടെ നിന്നിരുന്നു. തള്ളമാനും മനസ്സിലായി നിങ്ങൾ വേടനാണ്. കണ്ണ മാത്രയിൽ തള്ളമാൻ ഓടി മറിഞ്ഞു ദൂരേക്ക്. പക്ഷെ കുഞ്ഞുമാൻ ഓടിയില്ല. അപ്പോൾ കുഞ്ഞുമാൻ അവിടെ തന്നെ നിന്നു. അപ്പം നിങ്ങൾ കുഞ്ഞുമാനെ പൊക്കിയെടുത്തു, കയറ്റി പിടിച്ചെടുത്തു, തോളത്തിട്ടുണ്ട്. അത് നിങ്ങൾ
വീട്ടിൽ പോകാൻ ഭാവിച്ചു. നിങ്ങൾ പിന്നെ വേട്ടയാടാൻ നിന്നില്ല. ഇതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമാകും. തള്ളമാൻ ഒരു കല്ലിൻ്റെ പുറകിന് പോയി ഒളിച്ച് നിൽക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ തള്ളമാന് വിഷമം തോന്നി. തള്ളമാൻ നിങ്ങളുടെ പുറകെ പിന്തുടർന്നു. അപ്പോൾ നിങ്ങൾ ശബ്ദത്തിനും കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങൾ തള്ളമാനെ കണ്ട് നിങ്ങൾ പിടിക്കണമെന്ന് വെച്ചിട്ടാണ് തിരിഞ്ഞ് നോക്കിയത്. പക്ഷെ തള്ളമാൻ്റെ കണ്ണിന്ന് ധാരധാരയായി വെള്ളം വരും. അപ്പം നിങ്ങൾക്ക് വിഷമം വന്നു. അപ്പം നിങ്ങൾ ചിന്തിച്ചു, ഈ കുഞ്ഞുമാൻ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം കൊണ്ടായിരിക്കും തള്ളമാൻ കരയുന്നത്. അന്നന്ന് കിട്ടുന്ന കുറച്ച് വേട്ടയാടി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വെച്ച് കഴിയുന്നതാണ് നിങ്ങളുടെ ജോലി. അപ്പം നിങ്ങൾ അപ്പം ചിന്തിച്ചു, ഈ കുഞ്ഞുമാനെ കൊണ്ടുപോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഭക്ഷണം കെട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള വകയായി. ഇതിന് കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകും, ഞങ്ങളെല്ലാവരും പട്ടിണിയാകും. പക്ഷെ ഇതിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ആ തള്ളമാനോട് അലിവ് തോന്നി. പിടിച്ചുകൊണ്ട് വന്ന കുഞ്ഞുമാനെ വിട്ടുകൊടുത്തു. അപ്പോൾ തള്ളമാൻ മുകളിലോട്ട് നോക്കി പ്രാർത്ഥിച്ചു. ഉടനെ കൃപ ചൊരിയണേ എന്ന രീതിയിൽ തള്ളമാൻ മൗനത്തിൽ മുകളിലോട്ട് നോക്കി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സന്തോഷവും നിങ്ങളുടെ കാരുണ്യവും ഓർത്ത് ആ തള്ളമാൻ്റെ പ്രാർത്ഥന അത് കൃപയായി നിങ്ങൾക്ക് വന്നു. ആ പുണ്യത്തിൻ്റെ ഫലമാണ് ഈ ജന്മം യാചകനായി ജനിച്ചെങ്കിലും നിങ്ങൾക്ക് രാജസ്ഥാനം കിട്ടിയത്. അത് മനസ്സിലാക്കി നിങ്ങൾ അന്തം വയ്ക്കാതെ നിങ്ങളുടെ ജീവിതം ലോകത്തിന് ഉപകാരമായി തീരട്ടെ എന്ന് മഹാത്മാവ് അനുഗ്രഹിച്ചു. അതനുസരിച്ച് പ്രതിജ്ഞയും ചെയ്തു രാജാവ്. ഇതുപോലെ നമ്മൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് നല്ലതായി വരുന്നത്. ചീത്ത കർമ്മത്തിന് ചീത്ത ഫലം ഉണ്ടാകും. ഇതിന് രണ്ട് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. അപ്പം അഗ്നിപർവ്വതത്തിന് മുകളിൽ ശാന്തിയുടെ പുഷ്പം വിരിയില്ല. ഒരു വൃക്ഷം കൊണ്ട് ലക്ഷക്കണക്കിന് തീപ്പെട്ടി ഉണ്ടാക്കാം. എന്നാൽ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരു കാട് തന്നെ നമുക്ക് നശിപ്പിക്കാം. അപ്പോൾ അതിലൊരു വാക്ക് ഒക്കെ പറയുമ്പോൾ ശ്രദ്ധ വേണം, ക്ഷമ വേണം. നമുക്ക് ലഭിച്ച ഈ ജീവിതം നമുക്കും ലോകത്തിനും പ്രയോജനപ്പെടുന്ന വിധം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ഒരു മിന്നൽപ്പിണറിന് ഒരു നിമിഷത്തെ ആയുസ് മാത്രമേ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ഒരു മഴവലിനാകട്ടെ കുറച്ച് നിമിഷം മാത്രം. ഒരു പൂവിന് ഒരു പകൽ മാത്രം. പൂർണ്ണയന്തന് ഒരു രാവ് മാത്രം. പൂമ്പാറ്റയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം. എന്നിട്ട് ആ കുറഞ്ഞ സമയം കൊണ്ട് അവ ലോകത്തെ എത്രമാത്രം സുന്ദരവും സന്തോഷപൂർണ്ണമാക്കുന്നു. മനുഷ്യനും ആ മാതൃക ഉൾക്കൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് ഒന്നുകൂടി ലോകത്തെ സുന്ദരമാക്കിയിരുന്നെങ്കിൽ എന്നമ്മ ആശിച്ചു പോവുകയാണ്. ശിവ ഹര ഹര ശിവ ഹര ശിവ ശിവ ഹര 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 ഹര ശിവ 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 ഹര ഹര ശിവ ശിവ ഹര Shiva
Shiva Shambhu Mahadev Shankara
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. അമ്മയുടെ പരമ പവിത്ര പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. I humbly bow down at Amma's lotus feet. My namaskarams and loving greetings to all my brothers and sisters. So all of us know the importance of this day, the most auspicious Guru Purnima day. As far as the disciple is concerned, Guru Purnima is the one and only special day of celebration, and that celebration is every day, every moment. ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരു പൂർണിമ ആണ് ഒരേ ഒരു ആഘോഷം, ഒരു ആരാധന. പക്ഷേ ആരാധന, ആ ആഘോഷം എല്ലാ ദിവസവുമാണ്, ഓരോ നിമിഷവുമാണ്. Some people may wonder if it is necessary to celebrate Guru Purnima at this time when the whole world is facing such a massive crisis. I strongly feel that Guru Purnima is a momentous and auspicious occasion to be remembered and celebrated, especially at this crucial juncture. In fact, it means a great deal more than usual. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ലോകം മുഴുവൻ വലിയൊരു വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഗുരു പൂർണിമ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയാണ്, ഇപ്പോഴാണ്, ഈ സന്ദർഭത്തിലാണ് ഈ ആഘോഷത്തിന്, ഈ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം ഉള്ളത്. In fact, it means a great deal more than usual, while others think it is unnecessary because of the present world scenario. I believe it is necessary for the very same reason. അതേ കാരണം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ വിധത്തിൽ ആയതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന, ഈ സംഗമം, ഈ ആഘോഷം, ഈ ആരാധന, ഹൃദയം തുറന്നുള്ള കേഴൽ ആവശ്യമാണ്. കാരണം one of the main reasons for the current pandemic and the many natural disasters happening in the world today is the selfish and narrow-minded attitude of people. From politicians, rulers, corporations, and wealthy individuals, greed and absolute lack of consideration and compassion for others have become the hallmark of our world. These negativities have been accumulating. ഈ ആർത്തിയും ഈ സ്വാർത്ഥതയും മറ്റുള്ളവരെ തീരെ പരിഗണിക്കാത്ത മാനസിക അവസ്ഥയും ഇടുങ്ങിയ ചിന്തയും തന്നെക്കുറിച്ച് മാത്രമുള്ള ചിന്തയും ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ശേഖരിച്ച് കൂടി വരികയായിരുന്നു. And whatever accumulates for an individual or a small group of people or a nation or the entire world without equal distribution, whether it is health, wealth or knowledge, it will reach a stage, a point of explosion. അങ്ങനെ എന്തെങ്കിലും സമമായി പങ്കുവെക്കാത്തത് എന്താണെങ്കിലും, അത് ആരോഗ്യമാണെങ്കിലും ശരി, ഞാൻ ആരോഗ്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഹെൽത്ത് അല്ല, ആരോഗ്യരംഗം, ആരോഗ്യ പരിപാലനം, അത് ഹെൽത്താണെങ്കിലും സമ്പത്താണെങ്കിലും അറിവാണെങ്കിലും, അതൊരിടത്തും മാത്രം ഇങ്ങനെ കൂട്ടിവെച്ചാൽ അത് ക്രമേണ
it will reach a point of explosion. And this is what is manifesting as epidemics, war, conflict, weather extremities, and natural disasters. And now, what is the antidote? Equal distribution of health, wealth, and knowledge within ourselves is one step. As Amma says, it is not enough to acquire health, wealth, and knowledge externally only. We have to develop them internally as well. So Amma says we should pray to Goddess Durga, Lakshmi, and Saraswati. Goddess Durga is the goddess or represents health. Goddess Lakshmi represents wealth, and Goddess Saraswati represents knowledge. Shama says we should ask 2 types of boons from each one of them, 2 types of health, physical and mental, from Durga, 2 types of wealth, external and internal, from Goddess Lakshmi, and 2 types of knowledge, outer and inner, from Goddess Saraswati. And when these Shaktis are balanced, happiness simply happens. And the balancing of these 3 Shaktis is what we do during Navaratri Puja, but it is not something that should happen only during that period. It is a constant preparation within us. By worshipping Durga on the first 3 days, Lakshmi on the next 3 days, and Saraswati on the last 3 days, and the 10th day is Vijayadashami, victory. Why? These 3 are balanced: health, wealth, and knowledge. And when we worship the Guru's feet, we are not adoring an individual's feet. We are invoking the eternal spiritual values in us, of which the Guru is the embodiment. By creating the inner balance, we are in fact contributing to the balancing of the external world as well.